ജീവിതത്തിൽ യേശു ഏതാണ്ട് ജീവിക്കാത്ത പോലെയാണ്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ യേശുവിന് ജീവിതമില്ല എന്നല്ല, മറിച്ച് ഒരു സാക്ഷ്യത്തിന്റെ ജീവിതം. യേശുക്രിസ്തു ഈ സമൂഹത്തിൽ വെല്ലുവിളികൾക്കും യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ തക്കവിധം നമുക്കില്ലാതെ. അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ, കുട്ടികളിങ്ങനെ ഇല്ലാതെ. എന്നാൽ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന മുടക്കിയിട്ടുണ്ട്, അത് തകർത്ത് പ്രാർത്ഥന. ഒരു ആശ്രമത്തിൽ, ഞങ്ങളുടെ ആശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാം, ഒരു അവിടെ വല്യച്ഛന്മാരും കൊച്ചച്ഛന്മാരും ഒക്കെ ഉണ്ട്. വല്യച്ഛൻ്റെ കൊച്ചച്ഛനെ വിളിച്ച് വഴക്ക് പറയും. കാരണം ഞങ്ങൾ രാവിലെ 5:30 പ്രാർത്ഥന, ചിലപ്പോൾ 5 മണിക്കായിരിക്കും, ചിലപ്പോൾ 5:30. അപ്പൊ ചില അച്ഛന്മാരൊക്കെ പ്രാർത്ഥനയൊക്കെ മുടങ്ങും. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളെ കണക്കൊക്കെ ആക്കിയ സമയത്ത് രാവിലത്തെ പ്രാർത്ഥനയൊക്കെ ആകുമ്പോഴും. പിന്നെ ഞങ്ങളെപ്പോലെ ജ്ഞാനത്തിനൊക്കെ പോകുന്ന ഒരു സമയമൊന്നുമില്ല. എപ്പോഴെങ്കിലും രാത്രിയൊക്കെ വരും, പിന്നെ കിടന്നു പറഞ്ഞു. അപ്പൊ ഈ സ്ഥിരം ആശ്രമത്തിൽ നിൽക്കുന്നവർക്കാണ് കൃത്യം ടൈംടേബിൾ വരുന്നത്. നമ്മൾ ആശ്രമ ജീവിയാണെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുക, അവിടെ നമ്മുടെ ടൈംടേബിളൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഒരു കൊച്ചച്ഛനെടുത്ത് വലിയച്ഛൻ വിളിച്ച് പറഞ്ഞു, യു ആർ എ ബിഗ് സ്കാൻഡൽ ഇൻ ദ കമ്മ്യൂണിറ്റി. സ്കാൻഡൽ എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ, ഉതപ്പാണ്. ഇവിടെ കമ്മ്യൂണിറ്റിയിൽ മറ്റച്ഛന്മാർക്ക് ഒരു ഉതപ്പാണെന്നോ എന്താണെന്ന് വെച്ചപ്പോൾ അച്ഛൻ കൃത്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരാറില്ല. ഈ വല്യച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരൻ, പ്രാർത്ഥനയൊക്കെ ചെന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. വാതിലൊക്കെ വന്ന് വലിച്ചെടുക്കും, ഗെറ്റപ്പ് എന്നൊക്കെ പറയും. അച്ഛന്മാരാണെന്നുള്ള, കൊച്ചച്ഛന്മാരാണെങ്കിലും അച്ഛന്മാരാണല്ലോ എന്ന് പരിഗണനയൊന്നുമില്ല. ആ നെറ്റികളെ ബഹളമൊക്കെ ഉണ്ടാകും. എന്നിട്ട് പിന്നെ അതിൻ്റെ പേര് ലഞ്ചിന് ചെല്ലുമ്പോൾ ബഹളമായിരിക്കും, സപ്പറിന് ചെല്ലുമ്പോൾ ബഹളമായിരിക്കും, ഇല്ലേ? ഈ പറഞ്ഞ അച്ഛൻ വീട്ടിലെ അമ്മമാരെ കിടക്കുള്ള അച്ഛൻ അങ്ങനെ ഫുൾ ടൈം ബഹളമായിരിക്കും. ആ അച്ഛൻ കൊച്ചച്ഛനെടുത്ത് പറഞ്ഞു ഭയങ്കര ഉതപ്പാണ് മറ്റുള്ളവർ. അപ്പൊ ഈ കൊച്ചച്ഛൻ പറഞ്ഞു, ഈ വലിയച്ഛൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ഒറ്റ പ്രാർത്ഥന മുടക്കുന്നത്. അത്ഭുതം തോന്നും. ചത്ത് കിടക്കാന്ന് പറഞ്ഞാൽ ഇഴഞ്ഞും വലിഞ്ഞും വന്ന് പള്ളി വന്ന് പ്രാർത്ഥിക്കും, ഒറ്റ പ്രാർത്ഥന മുടക്കുന്നത്. അങ്ങനത്തെ അച്ഛനാണ് കൊച്ചച്ഛനെ പറയുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് മുടക്കമുണ്ടെന്ന്. അങ്ങനെ ഉതപ്പാണ്. ഇത് കേട്ട കൊച്ചച്ഛൻ കൂടാണ്ട് പറഞ്ഞാൽ പ്രാർത്ഥനകളുടെ കാര്യത്തിലാണെങ്കിൽ എന്നേക്കാട്ടി ഒരു ഉതപ്പാണ് അച്ഛൻ. ഞെട്ടിപ്പോയി. അച്ഛൻ ചോദിച്ചു, താൻ എപ്പോഴെങ്കിലും ഒരു ദിവസം തൻ്റെ ജീവിതത്തിൽ കണ്ടോ ഒരു നേരമെങ്കിലും ഞാൻ പ്രാർത്ഥന കൊടുത്തു? അച്ഛനെ സഹിച്ചില്ല, ഭയങ്കര ബഹളമായി. എന്നൊക്കെ പറഞ്ഞ് അച്ഛന് ദേഷ്യമെന്ന ഇംഗ്ലീഷേ എടുത്തു. അപ്പൊ കൊച്ചിനെ പറഞ്ഞ് ഇതാ പറഞ്ഞത് അച്ഛൻ പ്രാർത്ഥനകാർക്ക് ഭയങ്കര ഉതപ്പാണ്. അച്ഛനൊരു 10-15 വർഷമാണ്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കും. പക്ഷെ അച്ഛന്റെ സ്വഭാവത്തിൽ ഇന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമില്ലെന്ന് അച്ഛൻ തെളിയിച്ചു ഈ സഭയിൽ. ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളിന് പോലും യാതൊരു ഗുണവുമില്ലെന്ന് അച്ഛൻ കഴിഞ്ഞ 85 വർഷമായിട്ട് തെളിയിച്ചു. അച്ഛൻ ഇങ്ങനെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാതിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നിയത്. ഇതല്ലേ നിങ്ങളുടെ മക്കൾ പറയുന്നു. കൃത്യമായിട്ടൊന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പൻ കൊച്ചച്ഛന്റെ ഉതപ്പാണ്. എന്താണ്? പ്രാർത്ഥനയ്ക്ക് കാണാനില്ല. ഇതിപ്പോ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇത് കേൾക്കേണ്ടവരൊന്നും പള്ളിയിലും വരാറില്ല. എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ ഒരുപടി മെച്ചപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അവിടുന്ന് അടുത്ത പള്ളിയിലോട്ട് വളരാനുള്ളതായിട്ട് കേട്ടാൽ മതി. എന്നാൽ ഒരു സൈക്കോളജി അനുസരിച്ച് അപ്പൻ പ്രാർത്ഥിക്കാത്ത ഉതപ്പ് ആരാണ്? കൊച്ചച്ഛനാണ്. എല്ലാ അപ്പന്മാരും കൊച്ചച്ഛന്മാരും പ്രാർത്ഥിക്കാത്തത്. അമ്മയോ വല്യച്ഛനും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവുമില്ല, ഒരു മാറ്റവുമില്ല, സ്വഭാവത്തിന് ഒട്ടും മാറ്റവും. അപ്പൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ അത്യാവശ്യമുള്ള കാര്യമില്ലെന്ന് തെളിയിച്ചു. അമ്മയോ ഇത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്, വലിയ കാര്യമൊന്നുമില്ല അമ്മ തെളിയിച്ചു. പിള്ളേർക്ക് മനസ്സിലായി ഒന്നും ആരുടെയും ജീവിതത്തെ തൊടുന്നില്ല. കാര്യം എന്താണ്? നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് ആരാധനകൾക്കും ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.